प्यारे बच्चों, आदाब। छठी जमात के उर्दू क्लास में एक बार फिर आपका खैर मकदम है. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും 6ാം ക്ലാസ്സിലെ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം അംജദിൻ്റെയും അമ്മിയുടെയും ദോസ ഓ ചട്ടിനി എന്ന ഗുഫ്തഗു നമ്മൾ വായിച്ചു. നിങ്ങൾ ആ ഗുഫ്തഗു നല്ല വായിക്കാൻ പഠിച്ചിട്ടുണ്ടാകും. അംജദും അമ്മിയും എന്ത് വിഷയമാണ് അതിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അവർ സംസാരിച്ചത് എപ്പോഴാണ്? രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലേ. നാശ്ത കർത്തെ വഖ്ത് ദോനോं की गुफ्तगू है ये. वो नाश्ते के लिए क्या क्या खाया है? അംജദിൻ്റെ വീട്ടിൽ നാസ്തയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കിയിരുന്നത്? ഗരം ഗരം ദോശ ഔർ ചട്നി ഹെ. നല്ല ചൂടുള്ള ദോശയും ചട്ടിനിയുമാണ് അംജദിൻ്റെ വീട്ടിലുള്ളത്. അംജദ് ഖുഷി ഖുഷി ഗരം ഗരം ദോശ ഔർ ചട്നി ഖായ. അംജദ് വളരെ സന്തോഷത്തോടെ ദോശയും ചട്നിയൊക്കെ കഴിച്ച് എവിടേക്കാണ് പോയത്? കഹാങ്കെ? ബാഗിൽ പൗധ ലഗാനേക്കലേ ഗേ അല്ലേ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദോശ ഔർ ചട്ടിനി, ദോശയുടെ കൂടെ ചട്ടിനി കൂടി ഉണ്ടായാൽ നല്ല ഉഷാറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ. ഉസി തറ കൈ ഖാനേക്ക് ജോഡി ഹെ. ഇതുപോലെ ഭക്ഷണത്തിൻ്റെ ജോഡികൾ കുറേ ഉണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. എന്തൊക്കെയാണ്? ഇഡ്ഡലി സാമ്പാർ ഒക്കെ പറഞ്ഞില്ലേ. ഇഡ്ഡലിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാവാറുണ്ട്. അതുപോലെ പൂരിയുടെ കൂടെ ബാജി ഉണ്ടാവാറുണ്ട്. പൂരി ബാജി അതൊക്കെ ഭക്ഷണത്തിന് നല്ല നല്ല ജോഡികളാണ്. हमारी किताब में एक सरगर्मी है, देखिए मैं एक बार पढ़ूँ. ഞാനൊരു പ്രാവശ്യം വായിക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. बच्चों, नीचे के बर्तनों में नाश्ता तैयार करके रखा गया है. താഴെ പാത്രത്തിൽ നാശ്ത ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാശ്തകളുടെ പേരിങ്ങനെ അവിടെ ഓരോ ബർത്തെല്ലാം കാണുന്നുണ്ട്. സ്വഹീഖ് ജോഡ് ചുൻകർ താഴ്മേ രക്കിയെ. ശരിയായ ഭക്ഷണത്തിൻ്റെ ജോഡികൾ. ദോശ ചട്ടിനി നല്ലൊരു ജോഡിയാണല്ലേ. അതുപോലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി നല്ല ജോഡികളൊക്കെ ഓരോ ബർത്തനിലേക്ക് എഴുതി വെക്കുക. और आपके पसंदीदा खाने के बारे में चंद जुमले लिखिए. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജോഡി ഭക്ഷണത്തിനെ കുറിച്ച് ജുംല ലിഖിന, ജുംല എഴുതുക എന്നാണ് ഈ പ്രവർത്തനം. ഇവിടെ ഊപ്പർക്കെ ബർത്തന്മേ, മുകളിലെ ബർത്തനിൽ പൂരി, റൊട്ടി, പുട്ട്, ഇഡ്ഡലി, പത്തിരി, ദോശ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാലനായിട്ട് ഉപയോഗിക്കുന്ന, കറിയായിട്ട് ഉപയോഗിക്കുന്ന ഗോബി, സാമ്പാർ, ചട്ടിനി, ആലു ബാജി, ദാല്, ചന മസാല ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗോബി എന്താണെന്ന് അറിയാലോ അല്ലേ. ഗോബിൻ്റെ കറിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. സാമ്പാർ എല്ലാവർക്കും അറിയുന്നതാണ്. ചട്ടിനി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ആലു ബാജി, ആലു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ 5ാം ക്ലാസ്സിൽ നിന്ന്. തർക്കാരി ഹേ ആലു, ഉരുളക്കിഴങ്ങ്. ആലു ബാജി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കറിക്കാണ് പറയുന്നത്. ദാല്, ദാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരിപ്പ് കറി. ചന മസാല എന്ന് പറഞ്ഞാൽ കടലക്കറി. ചന മസാലയും മുകളിലെ ബർത്തലിൽ ഏതിനാണ് ഏറ്റവും ഉചിതമായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഉഷാറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതിനെ ജോഡിയാക്കി ബർത്തലിൽ എഴുതുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒന്നിനെ കുറിച്ചിട്ട് ജുംല തയ്യാറാക്കുക. ജുംല തയ്യാറാക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കുറിച്ചുള്ള ജുംല തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് എഴുതുക? ദോശ ഔർ ചട്നി അച്ഛാ ഖാനാ ഹേ. നല്ല രുചികരമായിരിക്കും ചില ഭക്ഷണങ്ങളൊക്കെ. എന്താ ഉറുദുവിൽ അങ്ങനെ പറയാ? മസേദാർ, നല്ല ടേസ്റ്റി ആയിരിക്കും. മസേദാർ, രുചികരം. പൊറോട്ട खाने के लिए मज़ेदार है. പൊറോട്ട सुबह सुबह खाना अच्छा नहीं है. अब उसी तरह आप भी पसंदीदा खाने के बारे में चंद जुमले लिखिए. हमारे किताब में और एक सरगर्मी है, देखिए. अमजद और अम्मी जान बाग में
पौधे लगा रहे थे। उस वक्त पड़ोसी रामू चाचा वहाँ आए और पूछने लगे, अमजदू अम्मी नाश्ता के बाद बाग में पौधा लगाने के लिए जाए. അംജദും അമ്മിയും ചായയൊക്കെ കുടിച്ച് നേരെ എവിടേക്കാ പോയത്? തോട്ടത്തിൽ ചെടി നടാൻ പോയി അല്ലേ. അവർ ചെടി നട്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ പടോസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്നവർക്കാണ് പറയുക പടോസി, അയൽവാസി. അപ്പോൾ അംജദിൻ്റെ അയൽവാസിയായ രാമു ചേട്ടന് വഹാ ആയ അവിടെ വന്നു അംജദിനോട് പൂച്ചിനെ ലगे സംസാരിക്കാൻ തുടങ്ങി. എന്താണ് രാമു ചാച്ച ചോദിച്ചത് നോക്കൂ. അരേ അംജദ് ബേട്ടാ തും ക്യാ കർ രഹേ ഹോ, നീ എന്താണ് ചെയ്യുന്നത് അംജദ് ബേട്ടാ എന്ന് ചോദിച്ചു. അംജദ് എന്താണ് ചെയ്യുന്നത് ശരിക്കും ഉത്തരം അറിയാം അല്ലേ? പൗധ ലഗാ രഹാ ഹേ, ചെടി നടുകയാണ് അല്ലേ. അപ്പോൾ രാമു ചാച്ച വീണ്ടും എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അംജദ് അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. രാമു ചാച്ച എന്തായിരിക്കും പിന്നെ ചോദിച്ചിട്ടുണ്ടാവുക? ക്യാ പൗധ ലഗാ രഹാ ഹേ, ഏത് ചെടിയാണ് നടുന്നത് എന്ന് ചോദിക്കാം. എവിടുന്നാണ് ചെടി കിട്ടിയത് എന്ന് ചോദിക്കാം അല്ലേ. എവിടുന്നാണ് അംജദിന് ചെടി കിട്ടിയത്? പൗധ കഹാം സെ മില? ജി സ്കൂൾ സെ മില ഹെ. സ്കൂൾ സെ യൗമെ മാഹോലിയാത് കെ ദിൻ അംജദ് കോ പൗധ മില ഹെ. ടീക്ക് ഹെ. അപ്പോൾ അംജദും രാമു ചാച്ചയും തമ്മിലുള്ള ഗുഫ്തഗു आप तैयार करना है. बहुत आसान से आपको तैयार कर सकते हैं. गुफ्तगू तैयार करने के लिए आप अपने टीचर से भी बातें कीजिए. आप तो बहुत खुशी से रामू चाचा और अमजद की गुफ्तगू अच्छी तरह तैयार कीजिए. और एक सरगर्मी है देखिए बच्चों. अमजद को यौम माहौलियात मनाने के लिए स्कूल से चंद पौधे दिए गए हैं. हर साल हम उस तरह के कई ख़ास दिन मनाते आ रहे हैं. आप ऐसे कितने ख़ास दिनों के नाम जानते हैं? ग्रुप में चर्चा करके लिखिए. जैसे यौम माहौलियात 5 जून. हमारे स्कूल में കൈ ദിനാചരണങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഉറുദു ക്ലബ്ബും അതുപോലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറ്. പ്രധാനപ്പെട്ട ദിനങ്ങൾ ഖാസ് ദിൻ ആപ്കോ ജാനത്തെ ഹെ. നിങ്ങൾക്കറിയുന്ന പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതെല്ലാമാണ് എന്ന് പട്ടികപ്പെടുത്തി എഴുതണം. അതാണ് ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടത്. കുറേ ദിനങ്ങൾ നിങ്ങൾക്കറിയാം, ഒന്ന് പറഞ്ഞു നോക്കൂ. യൗമേ ഉറുദു, ആലമി യൗമേ ഉറുദു, ലോക ഉറുദു ദിനം. കിസ്കി യാദ് മേ ഹെ? ആരുടെ ഓർമ്മക്ക? അല്ലാമ ഇക്ബാൽ की याद में हमें आलमी यौम उर्दू मनाते हैं. 9 नवंबर को कौमी यौम उर्दू, ദേശീയ ഉറുദു ദിനം. 15 फरवरी, ठीक है. और आज़ादी का दिन है, स्वातंत्र्य ദിനം ഉണ്ട് അല്ലേ. और जमहूरिया का दिन, रिपब्लिक डे ഉണ്ട്. उसी तरह कई दिन है. आप अपने दोस्तों से और असातिज़ों से और घर वालों से पूछिए और दिनों का एक फहरिस्त तैयार कीजिए. ठीक है बच्चों. अमजद सुबह सवेरे उठकर दांत मुँह साफ करते हैं, दुआ करते हैं और नाश्ता करके बाग में पौधा लगाने के लिए गए. ठीक है, हमने चर्चा किया. നമ്മൾ ചർച്ച ചെയ്തു എന്താണ്? അംജദ് അതിരാവിലെ തന്നെ എണീറ്റ് हाथ मुँह का वृत्तियाकी अम्मी अब्बा दादा दादी और भाई बहन के साथ नाश्ता किया और बाग में पौधा लगाने के लिए गए. തോട്ടത്തിൽ ചെടി നടാൻ പോയി. അംജദിൻ്റെ एक दिन की बातें हमने इसमें चर्चा किया. അംജദ് ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ കുറച്ച് ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഇത്തരം ഒരു ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാറുണ്ട്. കഹാ ലിഖ്തേ ഹെ? जी ठीक है, डायरी में लिखते हैं. क्या आपने डायरी लिखते हैं?
നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ? ഡയറി ലിഖന എക്ക് അച്ചി ആദത്ത് ഹെ, നല്ലൊരു ശീലമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും ഓരോ ദിവസത്തിലെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് एक अच्छी बात है. हमारे किताब में भी डायरी लिखने की एक सरगर्मी है. देखिए, आप सुबह से शाम तक क्या क्या करते हैं, कहाँ कहाँ जाते हैं, आपके एक दिन की डायरी नोट तैयार कीजिए. जैसे आज मैं सुबह सवेरे 5 बजे उठा. देखिए, അതിരാവിലെ എണീറ്റ് നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട്, എവിടെയെല്ലാം പോകാറുണ്ട്, ഇവരെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് നമ്മൾ ഡയറിയിൽ എഴുതാറ് അല്ലേ. ഇവിടെ നോക്കൂ, ഉദാഹരണം, ആജ് മേ, ഇന്ന് ഞാൻ, സുബ സവേരെ, അതിരാവിലെ, 5 ബജെ, 5 ബജെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക്, ഉട്ട, എണീറ്റു. പിന്നെ അംജദാണെങ്കിൽ അംജദിന് ദിവസത്തെ ഡയറിയിൽ എന്തെഴുതാം? നാശ്ത കർണേക്ക് ബാദ് ബാഗ് മേ പൗദ ലഗായ. അതല്ലെങ്കിൽ അവർ ക്യാ ക്യാ ലിഖ് സക്തെ ഹെ, വേറെന്തൊക്കെ ലിഖ് സക്തെ ഹെ എഴുതാൻ സാധിക്കും? ആജ് ഇത്വാർ കാ ദിൻ താ, ഇന്ന് ഞായറാഴ്ചയായിരുന്നു. മുജെ ബോത് ഖുശി ഖാ ദിൻ താ, ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിനമായിരുന്നു. ആജ് മാമോജാൻ കെ ഘർ മേ ഷാദി था. उसी तरह की कई बातें हमारे ജിന്ദഗി में होगा. उसी तरह की बातें, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറിയിൽ എഴുതാറുണ്ട്. കബ് ഉഡാ, കഹാം കഹാം പൗഞ്ചെ, ക്യാ ക്യാ കാം കിയെ, और क्या क्या खेल खेला, खेल में किसने जीता, किसने हारा, खेल में हमारे साथ खेलने के लिए कौन कौन थे. उसी तरह की बातें, ഇതുപോലുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്കുമൊന്ന് ഡയറി എഴുതി നോക്കാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി 4-5 വാചകങ്ങൾ ഉൾപ്പെടുത്തി എഴുതാം. डायरी लिखने के वक्त उसमें तारीख़ भी लिखना है. तारीख़ क्या है? डेट, ठीक है, डेट भी लिखना ज़रूरी है. अच्छा, आप भी लिखिए और अपने टीचर को भेज दीजिए. हम अगले क्लास में फिर मिलेंगे. शुक्रिया, खुदा हाफिज़.